ഹായ്, വെൽക്കം ബാക്ക് ടു ജയം ജനി. ഇന്നത്തെ വീഡിയോ നമ്മളോട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ആവശ്യപ്പെടുക പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു തെലുങ്കു കന്നഡ ഭാഗത്തൊക്കെ എല്ലാ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, നമ്മുടെ കിച്ച സുദീപ് നായകനായിട്ട് വരുന്ന സിനിമയുടെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 4 ദിവസം മുമ്പ് വന്നിട്ടുള്ള, ആക്ച്വലി 5 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഭൈരതി രംഗൽ എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ നായകനായിട്ട് വരുന്ന സിനിമയുടെ ഫസ്റ്റ് വേർഡിക്ട്, ആക്ച്വലി ഇതൊരു ഗ്ലിംസ്, ലൈക്ക് എ ഗ്ലിംസ്, അതിന്റെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടുണ്ട്. കണ്ടു നോക്കാം അടിപൊളിയാണോ അല്ലയോ എന്നൊക്കെ. ലെറ്റ്സ് വാച്ച്. റെഡി. ഗീത പിക്ചേഴ്സ്. എവിടെയാണ്? ഗീത ശിവരാജ് കുമാർ. ശിവണ്ണ വരുന്നോ? ഹാപ്പി ബർത്ത്ഡേ. ಓ ರಾವಣ. ನಾನು ತಾಳ್ಮೆ ಕಳ್ಕೊಂಡಾಗ್ಲಿಲ್ಲ, ತುಂಬಾ ಜನ ತಲೆಗಳು ಕಳ್ಕೊಂಡಿದ್ದಾರೆ. റിലീസിങ് ഇൻ സെപ്റ്റംബർ. ഓ, സെപ്റ്റംബറിൽ സിനിമ വരൂ അല്ലേ? അയ്യോ. ശിവണ്ണൻ, ശിവരാജ് കുമാർ. അല്ല, പുള്ളി ഇപ്പൊ എസ്പെഷ്യലി ലാസ്റ്റ് നമ്മുടെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നതോടുകൂടി പുള്ളിന്റെ ലെവൽ ഈസ് ടോപ്പ് ക്ലാസ്. അതിൽ ആ ഒരു ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നല്ലോ. പിന്നെ പുള്ള പ്രസന്റേഷനും ഭയങ്കര രസമാണ്. അത് കോട്ടിട്ട് വന്നാലും ശരി, സ്യൂട്ട് ഇട്ട് വന്നാലും ശരി, സാധാ മുണ്ടും ഷർട്ടും ഇട്ട് വന്നാലും ശരി, പുള്ളീൻ്റെ ഒരു എന്താ പറയുക, ഒരു വാക്കിംഗ് സ്റ്റൈൽ, ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്റ്റൈൽ, ഇതൊക്കെ ഭയങ്കര രസമാണ്. എല്ലാവരും യുണീക്കാണ്. ഇപ്പൊ കിച്ച സുദീപൻ പറഞ്ഞ പോലെ തന്നെ ഒരു യുണീക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് കിച്ച. അതുപോലെ തന്നെ ഒരു യുണീക്ക് സ്റ്റൈലാണ് ഈ ശിവണ്ണന്റെ, അല്ലെങ്കിൽ ഡോക്ടർ ശിവരാജ് കുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ഒരു സ്റ്റൈൽ. അത് ഭയങ്കര രസമാണ്. വളരെ സിംപ്ലിസിറ്റിയാണ് പുള്ളിന്റെ മെയിൻ. അത് സിനിമ മാറ്റി കഴിഞ്ഞാൽ, സിനിമയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് പുള്ളി ഇന്റർവ്യൂസിലാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെയാണ് വരികയാണെങ്കിലും ഭയങ്കര സിമ്പിളാണ്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഭയങ്കര എന്താ പറയാ, ഒരു വളരെ എനർജറ്റിക് ക്യാരക്ടറാണ്. ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ ജയിലറിന്റെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമല്ലല്ലോ, ജയിലർ അല്ല, ധനുഷിന്റെ കൂടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതില് പേരിന് കിട്ടുന്നില്ല, ക്യാപ്റ്റൻ മില്ലർ. ക്യാപ്റ്റൻ മില്ലറിന്റെ ഓഡിയോ ലോഞ്ചിൽ പുള്ളി ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട്, കൈയൊക്കെ വെച്ചിട്ട്. അത് കിടിലൻ സാധനമായിരുന്നു. അതുപോലെ ഭയങ്കര എനർജറ്റിക് പെർഫോമർ കൂടിയാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് പക്ഷെ ആദ്യം ഈ ഡോക്ടർ ശിവരാജ് കുമാറിനെ അങ്ങനെ വലിയ പരിചയമില്ലായിരുന്നു. എനിക്ക് പരിചയം നമ്മുടെ പുനീത് രാജ്കുമാർ, പുള്ളിക്കാരന്റെ ബ്രദറാണ് എന്നുള്ള രീതിയിലായിരുന്നു പരിചയം ഉണ്ടായിരുന്നു. പുള്ളിന്റെ സിനിമയൊന്നും അങ്ങനെ കാണില്ലായിരുന്നു. പക്ഷേ ഈ പുനീത് രാജ്കുമാറിന്റെ ഒരു മരണത്തിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ശിവരാജ് കുമാറിന്റെ സിനിമകൾ കണ്ടു തുടങ്ങുന്നത്. എന്താ പറയുക, ഒരു കിടിലൻ ആക്ടറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ പോലെ ജയിലറിനൊക്കെ ശേഷം ഒരുപാട് ആരാധകർ അദ്ദേഹത്തിന് മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനും അറിയാം, മലയാള സിനിമയെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. തമിഴ് മലയാളമൊക്കെ കഴിയുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾ കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണ്, ഓഫ് കോഴ്സ്. നല്ല സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.